ആൺകുട്ടികൾ ഇങ്ങനെയാണ്, ആൺകുട്ടികൾ ഇങ്ങനെയാണ്, പെൺകുട്ടികൾ ഇങ്ങനെയാണ്. ആൺകുട്ടികൾ 2 or 3 അക്ഷരങ്ങളാണ്. ആൺകുട്ടികൾ ചുരുക്കി പറയാ ചെയ്യാ, ചുരുക്കി കേൾക്കും. ടീനേജിലേക്ക് വന്ന ആൺകുട്ടികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ടീനേജുകാരായ ആൺകുട്ടികൾ ചുരുക്കി പറയും, ചുരുക്കി കേൾക്കും. ടീനേജുകാരായ പെൺകുട്ടികൾ പരത്തി പറയും, പരത്തി കേൾക്കും. ഇപ്പൊ നമ്മള് ഒരു ടീനേജിലുള്ള പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഈ സേഫ്റ്റി പിൻ എവിടുന്നാ കിട്ടിയത്? അതിൻ്റെ അടി ഞാൻ അമ്മായിൻ്റെ അളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഏറാന്തോടി കുടുംബസംഗമം നടക്കുന്നിടത്ത് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടീൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പിന്നുണ്ടായിട്ടുണ്ട്. ഈ പിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കാരക്കുന്ന് അങ്ങാടി വന്നടി. അപ്പൊ മറ്റോള് തന്നെ യോ. എന്നിട്ടോ പെൺകുട്ടികളെ കേൾക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടായാൽ ഒരു 3 or 4 or 5 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. ഉപ്പമാരോടാ പറയണത്, നിങ്ങൾക്ക് ടീനേജിലുള്ള ഒരു 13 വയസ്സ് മുതൽ 19 വയസ്സിലുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് 5 സാധനങ്ങൾ വേണം. 1 തന്നെ, 2 യോ. അതങ്ങനെ തന്നെ പറയണം. യോ അങ്ങനെ പറഞ്ഞാ പോരാ, ഓൽക്കത് നീട്ടണം. യോ. 3 എന്നിട്ടോ. ഈ എന്നിട്ടോ എന്നൊക്കെ ഇടുമ്പം നല്ല ശ്രദ്ധ വേണം. കാരണം എന്താണെന്നറിയോ? പെൺകുട്ടികളെ നിങ്ങൾ നന്നായി കേട്ടാൽ നിങ്ങൾ പറയുന്നത് പെൺകുട്ടികൾ കേൾക്കും, ഇല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. പെൺകുട്ടികളെ നിങ്ങൾ നന്നായി കേട്ടാൽ നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി കേൾക്കണം. സാന്നിധ്യമാണ് വേണ്ടത്, പ്രസൻസ്. ഇപ്പൊ നോക്കൂ, നമ്മള് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും അല്ലേ? ഭാര്യയും ഭർത്താവും. എന്റെ ഭാര്യ, അതുപോലെ തന്നെ ഭാര്യയുടെ ഭർത്താവായ ഞാൻ. ഭാര്യയും ഭർത്താവും അവരുടെ ഒരു പേഴ്സണാലിറ്റി, അവരുടെ ഒരു സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സൈക്കോളജി ഭയങ്കരമാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ന്യൂജൻ കാലത്ത് തോറ്റുപോകുന്നത് നോക്കൂ. ഈ അടുത്ത് വന്നിട്ടുള്ള കുറേ കൗൺസിലിംഗ് രംഗത്തും അതുപോലെ തന്നെ മറ്റൊക്കെ വന്നിട്ടുള്ളത് ഭാര്യമാർ, ഭർത്താക്കന്മാർ സേവ് ദി ഡേറ്റ് കഴിഞ്ഞിട്ടാണ് തുടങ്ങണെന്ന്. നിക്കാഹോ നിശ്ചയമോ നിക്കാഹ് കഴിയണതിന് മുമ്പുള്ള സേവ് ദി ഡേറ്റ്. സേവ് ദി ഡേറ്റ് കഴിഞ്ഞാൽ അവർക്ക് അറിയാതെ ഒരുമിച്ച് ജീവിക്കണോ വേണ്ടതെന്നൊക്കെ അവിടെ തീരുമാനിക്കണോ. എന്നിട്ടാണ് ജീവിതത്തിലേക്ക് വരുന്നത്. സേവ് ദി ഡേറ്റിന് മുമ്പ് അവർ റീൽ എടുക്കും. ആ റീലാണ് റിയൽ ജീവിതം എന്ന് കരുതുന്ന എൻ്റെ യുവതികളോടും യുവാക്കളോടാണ് ഒരു അഭ്യർത്ഥന. റീൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. റിയൽ ലൈഫിൽ നമ്മൾ ബുള്ളറ്റുമ്മ പോകും. നമ്മൾ 1000 ഫോട്ടോ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത ഒരു ഫോട്ടോ ഇടുള്ളൂ. നമുക്ക് കേക്ക് കൊണ്ടുവരുന്നു, മിഠായി കൊണ്ടുവരുന്നു, ആളുകൾ വരുന്നു, അതൊക്കെ നമ്മൾ റീല് വെക്കും. അപ്പൊ നാട്ടുകാരുടെ ഒക്കെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം. റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. റിയൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് തിരിച്ചറിവുണ്ടാവേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടത്, അവിടെ മനസ്സിലാക്കലുകൾ ഉണ്ടാവണം. അവിടെ കുടുംബത്തിൽ നമ്മളേക്ക് എത്തുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സോഷ്യൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. BTS ആർമി എന്ന് കേട്ടവരൊക്കെ ഒന്ന് കൈപൊക്കേ. BTS ആർമി, BTS ആർമി കേട്ടിട്ടുണ്ട്. എന്താ BTS ആർമി എന്ന് പറയോ? അതാ ഒരു കുട്ടി പറയുന്നത്. എന്താണ്? യെസ്, ഞാൻ പറയാം. കൊറിയയിലുള്ള 7 ആളുകൾ തുടങ്ങിയിട്ടുള്ള ഒരു സംഘമാണ് BTS ആർമി. ഇന്നലെ ഞാനും എൻ്റെ മോനും ഇവിടെ കൂട്ടിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലാണ് പോയത്. ആ സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന്റെ മുകളിൽ 7 ആളുകളുടെ ചിത്രമുണ്ട്. 7 ആളുകളും മലയാളം ഇൻഡസ്ട്രിയിൽ, മലയാളം സിനിമയിലുള്ളവരല്ല. എന്നാൽ അല്ലു അർജുനോ പുഷ്പയോ ഒന്നുമല്ല, KGF അല്ല. എന്നാൽ സിനിമാ ലോകത്തുള്ള ആൾക്കാരല്ല. പിന്നെ ആരാണ്? ഇന്ത്യൻ സിനിമയിലുള്ളവരല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകളും അല്ല, കുഞ്ഞാപ്പുവോ ഇവരൊന്നുമല്ല. അപ്പൊ ആരാ 7 ആൾക്കാര്? 1 വി. രണ്ടാമത്തെ ആളെ പറയാൻ പറ്റുമോ? ഷുഗ അല്ലേ? വയസ്സായ ആൾക്കാർക്ക് ഒരു പുകയക്കാരാ ഷുഗ. 3 ജിൻ. 4 ജേഹോബ്. ഓ എന്താണ് ഇപ്പോഴങ്ങൾ എന്റെ നമ്മളെ കുട്ടികൾ ഉണർന്നു. ജേഹോബ്. പിന്നെ ആര്? എന്റെ ഭാര്യനോട് ഞാൻ ചോദിക്കട്ടെ, ഭാര്യ ഇവിടെ ഉണ്ട്. BTS ആർമി അറിയോ? ഇല്ല.
പാപ്പാക്ക് അറിയാം, അത്രേ ഉള്ളൂ. എന്റെ മക്കൾക്ക് വരെ അറിയാം BTS ആർമി. ഞാൻ ഒരു ക്ലാസ്സിൽ ചെന്നപ്പോ ഒരു പെൺകുട്ടിയുടെ കൈന്റെ മുകളിൽ I love BTS ആർമി എന്ന് എഴുതിയാണ്. അപ്പൊ ഞാൻ അവളുടെ ചോദിച്ചു എന്താ സംഭവം. അപ്പൊ അവൾ എന്നോട് ഇങ്ങോട്ടൊരു ചോദ്യം ഇട്ടു. ഞാൻ തകർന്നു പോയി. അവളുടെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾക്കറിയില്ല? ഞാൻ വേഗം മൊബൈൽ ഫോൺ എടുത്ത് സെർച്ച് ചെയ്തു BTS ആർമി എന്താന്ന് മനസ്സിലാക്കി. കൊറിയൻ ഭാഷയിലുള്ള 7 ആളുകളാണ്, പാട്ട് പാടുന്ന സംഘമാണ്. അപ്പൊ ഞാൻ അവളോട് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു. ഞാൻ ഒരു കുടുംബ സംഗമത്തിന് പോയപ്പോ BTS ആർമി അറിയോന്ന് ചോദിച്ചു. ഒരു വയസ്സായ 60-70 വയസ്സുള്ള ഒരു കാക്ക കൈ ഒന്നിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ മൈക്കെടുത്ത് ചാടി അയാളെടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്താണ് BTS ആർമി. അപ്പൊ അയാൾ മൈക്കൊക്കെ എടുത്ത് കോളറൊക്കെ ശരിയാക്കി ഷർട്ടൊക്കെ ശരിയാക്കിയിട്ട് എന്നോട് പറയാ, അതൊരു ബസ്സല്ലേ, അതൊരു ബസ്സല്ലേ. അയാളെ കുറ്റം പറയാൻ പറ്റില്ല. അരീക്കോട് ഓടക്കായം വെറ്റിലപ്പാറ റൂട്ടിൽ പോണ ഒരു ബസ്സുണ്ട് PTS. ഈ മനുഷ്യൻ അതിനെ കുറിച്ചാ പറയണെന്നാ കാക്ക കരുതിയേ. നമ്മൾ പുതിയ കാലത്തെ കുട്ടികളെ അറിയണം, അവരുടെ ട്രെൻഡ് എന്താണെന്ന് അറിയണം, അവരെ അഭിനന്ദിക്കണം, അവരോട് ഇടപെടണം, അവരോട് സംസാരിക്കണം, അവരോട് നല്ല ഭാഷയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരോട് ഉപയോഗിക്കുന്ന വാക്കുകൾ വരെ ശ്രദ്ധിക്കണം. നോക്കൂ, നമ്മൾ അവരെ അഭിനന്ദിക്കുകയാണെങ്കിൽ, ഇപ്പോ എന്റെ മോൻ അംജദ് ഖാനെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്, അംജദ് ഖാനെ നീ ഉഷാറായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഓനെ പോരാ, ഓനോട് പറയണം പൊളിയാണ്. നോക്കൂ, ഈ സഫ ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ 2 കൊല്ലം 3 കൊല്ലം എന്തായാലും ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കൂ, ഈ സഫ ഓഡിറ്റോറിയം ഒരു 10 കൊല്ലം മുമ്പ് പറയാണ് സഫ ഓഡിറ്റോറിയം പൊളിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തേനി? പോരാ പോരാ. ഇപ്പൊ പറയണം സഫ ഓഡിറ്റോറിയം പൊളിയാണ്. എന്താ അർത്ഥം? സൂപ്പറാണ്. മാറി, ലാംഗ്വേജ് മാറി, കുട്ടികളുടെ ഭാഷ വരെ മാറി. അവരഭിനന്ദിക്കുന്നത് അവരുടെ ഭാഷയിലായിരിക്കണം. അവരുടെ ഭാഷയിൽ അഭിനന്ദിച്ചാൽ അവർ കേൾക്കും, അവർക്ക് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മക്കളോടൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പൊ എൻ്റെ അർഷദ് ഖാനൊക്കെ പറയും പൊള്ളിയാണ്. നമ്മളുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണമെങ്കിൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കണം, അവരുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, ഈ 4 ലൈഫും നമ്മൾ വിജയിക്കുമ്പോഴാണ് ഈ സുന്ദരമായ ലോകത്ത് നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നതിന് പകരം കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഹലോ 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 കുറച്ച് ദിവസം മുമ്പേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ, 2020 തുടക്കത്തിൽ ആമസോൺ കാർഡിൽ ഒരു കുട്ടി, 4 കുട്ടികൾ അകപ്പെട്ട സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര ദിവസമാണെന്ന് അറിയോ? ആമസോൺ കാട്ടിൽ, അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആമസോൺ കാട്ടിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളൊന്നും പിന്നീട് തിരിച്ചു വന്നതായിട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടതായിട്ടോ പല സമയങ്ങളിൽ നടന്നിട്ടില്ല. ഒരമ്മയും 4 കുട്ടികളും ഫ്ലൈറ്റിൽ ബ്രസീലിലേക്ക്, ആമസോൺ കാടിന്റെ അടുത്തുള്ള ബ്രസീലിലേക്ക് യാത്ര പോവാണ്. ഒറ്റ എഞ്ചിനുള്ള വിമാനാണ്. പാതി വഴിയിൽ ആ വിമാനം തകർന്നു, നിലത്ത് വീണു. ഒരു പൈലറ്റും 4 കുട്ടികളും ഒരമ്മയും ഈ പൈലറ്റും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. പക്ഷേ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് ആരാ പറയുന്നതെന്ന് അറിയോ? കുട്ടിയുടെ അമ്മയല്ല, കുട്ടികളുടെ മുത്തശ്ശി. അവര് പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ കുട്ടികൾക്ക് ആമസോൺ കാടിനെ അറിയാം. എൻ്റെ കുട്ടികൾക്ക് ആമസോൺ കാടിനെ അറിയാം. അവരെ ഏതെങ്കിലും ജീവികൾ പിടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയില്ല. ആമസോൺ കാട്ടിൽ തിരയാൻ വേണ്ടി വന്ന സംഘത്തിന്റെ പേര് ഹോപ്പ്, പ്രതീക്ഷ എന്നായിരുന്നു. ഹോപ്പ്. അവര് പ്രതീക്ഷയോടുകൂടി തിരയാൻ തുടങ്ങി. ഈ വിമാനം തകർന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു, 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. എന്നാൽ 3ന്റെ കൂടെ ഒരു 0 കൂടി ചേർത്തോളൂ, 30 ദിവസം കഴിഞ്ഞിട്ടും ആ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 40ാമത്തെ ദിവസം ആമസോൺ കാടിൽ നിന്ന് ആ കുട്ടികളെ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ കിട്ടി തുടങ്ങി. ആ കുട്ടികൾ മരണപ്പെട്ടിട്ടില്ല. തകർന്നു വീണ വിമാനത്തിന്റെ പരിസരത്ത് അവരില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണങ്ങൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്.
അവരുപയോഗിക്കുന്ന കുട്ടി ചെറിയ പൈതലുണ്ട്, 8 മാസം പ്രായമുള്ള ഒരു കുട്ടി, 11 വയസ്സുള്ള മറ്റൊരു കുട്ടി, അതുപോലെ തന്നെ 8 വയസ്സുള്ള മറ്റൊരു കുട്ടി, 13 വയസ്സുള്ള മൂത്ത ഒരു സഹോദരി, 4 പെൺകുട്ടികൾ, 4 കുട്ടികൾ. ആ പെൺകുട്ടി, വലിയ പെൺകുട്ടി ഉണ്ടല്ലോ, ആ വലിയ പെൺകുട്ടി ഇവരെ കൊണ്ടുപോയി, ആ കാട്ടിന്റെ ഉള്ളിലൂടെ കൊണ്ടുപോയി അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു. അവർക്ക് കാടിനെ അറിയാം, എന്ത് കഴിക്കരുത് എന്ത് കഴിക്കാൻ പാടുണ്ടെന്ന് അവർക്കറിയാം. ആ കാട്ടിൽ അവർ 40-ലധികം ദിവസം ചെലവഴിച്ചിട്ടും ഒരു മൃഗത്തിന് പോലും ആ കുട്ടികളെ വിട്ടുകൊടുക്കാതെ ആ മൂത്ത പെൺകുട്ടി 3 പെൺകുട്ടികളെയും തള്ളക്കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ പരുന്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷി നിർത്തിയെങ്കിൽ അതിന്റെ പേരാണ് ജീവിതാനുഭവം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികൾ അടുത്തുനിന്ന് ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് പേടിയായോ അല്ലേ? എവിടെ ഓ? പിന്നെ ഞാൻ പറയണത്, ഇവിടെ സാറിന് സ്വാഗതമൊന്നും പല ആൾക്കാരും അധ്യക്ഷനൊന്നും കേട്ടിയില്ല. ഇവിടെ കുറെ ആൾക്കാർ സംസാരിച്ചു, കുട്ടിയെയായിരുന്നു തെരഞ്ഞിരുന്നത്. എന്നാൽ കാട്ടിൽ, കൊടും കാട്ടിൽ, അതും ആമസോൺ കാട്ടിൽ 40-ലധികം ദിവസം ചെലവഴിച്ച ആ കുട്ടികളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ. ഒരു രാത്രി കിടന്നുറങ്ങുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് നല്ല അനുഭവം കൊടുക്കണം, നല്ല അനുഭവങ്ങൾ കൊടുക്കണം, അവരെ യാത്ര കൊണ്ടുപോകണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി യാത്ര പോകാറുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. കുട്ടികളുമായി യാത്ര പോകുന്നവരൊക്കെ കൈവയ്ക്കേ. വെരി ഗുഡ്. വീഗാലാൻഡിലേക്കും പാർക്കിലേക്കും യാത്ര പോകുന്നവർ കൈവയ്ക്കേ. വെരി ഗുഡ്, മനോഹരം. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി ആശുപത്രിയിലേക്ക് യാത്ര പോകാറുണ്ടോ? അല്ലേ? പാലിയേറ്റീവ് ക്ലിനിക്കുകളിലേക്ക് യാത്ര പോകാറുണ്ടോ? അല്ലേ? ഉണ്ട്. വെരി ഗുഡ്, ഉണ്ട്. എന്തിനാ നമ്മൾ അവരെ പാലിയേറ്റീവ് ക്ലിനിക്കുകളിലും ജയിലുകളിലേക്കും അതുപോലെ തന്നെ ആശുപത്രിയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്? 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന മക്കള് തിരിച്ചറിയും, രോഗം വന്നാൽ, സമ്പത്തുണ്ടായിട്ടും രോഗം വന്നു കഴിഞ്ഞാൽ ക്ഷീണിച്ചു പോയി, ക്ഷയിച്ചു പോയി, തളർന്നുപോയി. അവിടെ കൂട്ടിരിക്കാൻ നാട്ടിലെ മുഴുവൻ ആളുകളും ഇല്ല. അച്ഛനോ അമ്മയോ ഉമ്മയോ ഉപ്പയോ അനിയനോ ജ്യേഷ്ഠനോ അടുത്ത സുഹൃത്തുക്കളോ അടുത്ത കുടുംബക്കാരോ മാത്രമാണ്. ജയിലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോ നിങ്ങൾ അറിയും, നിസാരമായ തെറ്റിന്, ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളോളം തടങ്കലാക്കപ്പെടുകയാണ്. രാത്രിയും രാവിലെയും അവർക്ക് ഒരുപോലെയാണ്. അപ്പൊ അവര് തിരിച്ചറിയും. നിങ്ങൾ പോകണം. എന്റെ അരീക്കോട് കുനിയിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. കുനിയിൽ അല്ലെ? കുനിയിൽ നിന്ന് വന്നവരില്ലേ? കുനിയിൽ നിന്ന് വന്നവരെന്ന് കൈയൊക്കെ. കുനിയിൽക്കാർ കുറെ ഉണ്ട്. കുനിയിൽ കീഴ്പറമ്പ് ഒരു സ്ഥാപനം ഉണ്ട്, അതറിയോ? എന്താ സ്ഥാപനത്തിന്റെ പേര്? അഗതി മന്ദിരാണ്. എങ്ങനെയുള്ള അഗതി മന്ദിരം? കണ്ണ് കാണാത്തവരുടെ അഗതി മന്ദിരം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടാവും. ആ ആഘോഷിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ആ അഗതി മന്ദിരത്തിലേക്കും അനാഥ മന്ദിരത്തിലേക്കും കൊടുക്കണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാളുടെ മകളുടെ ഒക്കെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ, എൻ്റെ സുഹൃത്ത് സജീർ ബിച്ചാപ്പു എന്നാണ് അവന്റെ പേര്, അയാളുടെ മക്കളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തൊട്ടടുത്ത ഓർഫനേജിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. തൊട്ടടുത്ത പ്രയാസം അനുഭവിക്കുന്ന, കണ്ണീര് അനുഭവിക്കുന്ന, ദുഃഖത്തിലായിരുന്നു പോയ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. അതാ കുട്ടിക്ക് കൊടുക്കുന്ന വലിയ മെസ്സേജാണ്. കഴിഞ്ഞ ദിവസം പൂക്കളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിൽ രാത്രി ക്ലാസ് എടുത്ത് കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടിയുമായി ഒരമ്മ വന്നു. ആ അമ്മ വന്നിട്ട് ആ NSS വളണ്ടിയേഴ്സിലെ കുട്ടികളോടൊപ്പം അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഞാൻ ജന്മദിനം ആഘോഷിക്കണ്ട എന്നുള്ള വിഷയത്തിലല്ല എൻ്റെ ചർച്ച. നമ്മളുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി സഹായിക്കുക. നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ജീവിതം വേണ്ടത്, പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. റിയാൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. കാനഡയിൽ 1-ാം ക്ലാസ്സിലാണ് റിയാൻ ചേർന്നത്. 1-ാം ക്ലാസ്സിൽ റിയാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ പറഞ്ഞേ, ആരാണ് ആ പുറത്തത്തെ പൈപ്പ് പൂട്ടുക? ഹലോ ഹലോ ആരാണ് ആ പുറത്തിലെ പൈപ്പ് പൂട്ടുക? ഒരു കുട്ടി ഓടി ആ പൈപ്പ് പൂട്ടിയിട്ട് തിരിച്ചു വന്നു. ടീച്ചർ പറഞ്ഞു, റിയാൻ എല്ലാവരും ഒരു നല്ല കൈയടി കൊടുക്കും. എല്ലാവരും കൈയടിച്ചു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, നോക്കൂ, കാനഡയിലെ
ആ വലിയ വെള്ളമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. എന്നാൽ ആഫ്രിക്കയിൽ ഒട്ടോവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വെള്ളം കിട്ടാതെ കുഞ്ഞു മക്കള് മരിച്ചുകൊണ്ടിരിക്കുക. ഉമ്മ അവരുടെ അമ്മിഞ്ഞ കൊടുക്കാൻ, അവരുടെ മുലപ്പാല് കൊടുക്കാൻ കഴിയാതെ മുലപ്പാലില്ലാതെ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ വലിയൊരു ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. $70 ഉണ്ടെങ്കിൽ അവിടെ ആഫ്രിക്കയിലെ ഒട്ടോവയിലെ ഒരു കിണർ കുത്താം. ബാക്ക് ബെഞ്ചില് ക്ലാസ് റൂമിന്റെ, എന്റെ ശബ്ദം കേൾക്കുന്നതിൽ ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ? ഏറ്റവും പിറകിലുള്ള കുട്ടിയെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പുതിയ കാലത്ത്. എന്നാൽ ഏറ്റവും പിറകിലുള്ള കുട്ടി 1998 കാനഡയിലെ ഹെലി എന്ന് പറയുന്ന ടീച്ചറുടെ ക്ലാസ് റൂമിലെ ഏറ്റവും പിറകിലുള്ള കുട്ടി എണീറ്റ് നിന്നിട്ട്, പൈപ്പ് പൂട്ടാൻ ഓടിപ്പോയ കുട്ടി എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, ടീച്ചറേ $70 ഉണ്ടെങ്കിൽ അവിടെ ഒരു കിണർ കുത്താൻ കഴിയും. റിയാൻ വീട്ടിലേക്ക് ഓടി സ്കൂൾ വിട്ടപ്പോ അച്ഛൻ മാർക്ക്, അമ്മ സൂസൻ രണ്ടുപേരും വന്നു. അച്ഛനോടും പറഞ്ഞു, അമ്മനോടും പറഞ്ഞു, എനിക്കൊരു $70 വേണം. നിങ്ങളോട് $70 ചോദിച്ച നിങ്ങളുടെ അവസ്ഥ എന്താ? പറയണ്ട അല്ലേ? അമ്മയും അച്ഛനും $70 ചോദിച്ചപ്പോ മാർക്കും സൂസനും ഒരുമിച്ച് ചോദിച്ചു, എന്തിനാണ് $70? കുട്ടി പറഞ്ഞു, ആഫ്രിക്കയിൽ ഒട്ടോവയിൽ ഒരു കിണർ കുത്താനാണ്. നമ്മളെന്താ പറയാ, ഇജ് കുത്തിയിട്ട് വേണം ഇപ്പൊ കിണറുണ്ടാവാൻ, പോകാൻ നല്ല $70 എന്തൊക്കെ പരിപാടി ഉണ്ട് അതുകൊണ്ട്. എന്നാൽ സൂസനും മാർക്കും അങ്ങനെയും ആയിരുന്നില്ലേ? ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു. ആ കുട്ടിയോട് പറഞ്ഞു, ഇന്നു മുതൽ വീട്ടിലെ ഓരോ ചെറിയ കാര്യങ്ങൾ നീ ചെയ്താൽ നിനക്ക് ഓരോ ജോലിക്കും $1 വീതം തരും. ബാത്റൂം വൃത്തിയാക്കിയാൽ $1, വിറക് വെട്ടിയാൽ $1, അടുക്കള വൃത്തിയാക്കിയാൽ $1, ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെച്ചാൽ $1, അച്ഛന്റെ ഷൂ പോളിഷ് ചെയ്താൽ $1. അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മാർക്കിനോടും സൂസനോടും റിയാൻ പറഞ്ഞു, ശരി ഞാൻ ചെയ്യാം. തൊട്ടടുത്ത ദിവസം മാർക്കിനെയും സൂസനെ എണീക്കുന്നതിന് മുമ്പ് വീട്ടിലെ ഓരോ പ്രവർത്തികൾ ചെയ്തു തുടങ്ങി. 40 ദിവസം, 40ാമത്തെ ദിവസം $69 റിയാൻ സ്കൂളിലെ ടീച്ചറെ പോയി കണ്ടു. ടീച്ചറെ, ഇത് $69 ഉണ്ട്, നാളെ $1 കിട്ടും, നമുക്ക് കിണർ കുത്താം. ടീച്ചർ തന്റെ ബാഗ് തുറന്ന് $1 റിയാന്റെ കയ്യിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, റിയാൻ, ഇതാ എന്റെ വക $1, $70 തികഞ്ഞിരിക്കുന്നു, നമുക്ക് കിണർ കുത്താം. പക്ഷെ അവരന്വേഷിച്ചു. ക്യാൻ വാട്ടർ വെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി അവർ സംസാരിച്ചു. അവര് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഓഫീസ് റൂമിലേക്ക് വരൂ. സൂസനും മാർക്കും റിയാനും ഒരുമിച്ച് അവരുടെ ഓഫീസിലേക്ക് പോയി. അവരുടെ ഓഫീസിൽ ചെന്നപ്പോ ഭയങ്കര തിരക്കുള്ളത് കൊണ്ട് മക്കളോടും ആ കുട്ടിയോടും അച്ഛനോടും അമ്മയോടും അവിടെ പുറത്തിരിക്കാൻ പറഞ്ഞു. അവർ രണ്ടുപേരും പുറത്തിരുന്നു, 3 പേരും പുറത്തിരുന്നു. ഒരാളിങ്ങനെ വന്ന് ചായ കൊണ്ടുവന്നു. അയാൾ കൊണ്ടുകൊടുത്ത ചായ കുടിച്ചു. ആ ചായയുടെ വേസ്റ്റ് ഗ്ലാസ്, ഈ ഗ്ലാസ് എടുത്ത് ആ കുട്ടി അച്ഛനോടും വാങ്ങി അമ്മനോടും വാങ്ങി. ഈ വേസ്റ്റ് ഗ്ലാസ് എടുത്ത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടു. ഇട്ടപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ആ വേസ്റ്റ് ബോക്സ് നിറഞ്ഞ് കവിഞ്ഞണ്. അതുകൊണ്ട് ആ വേസ്റ്റ് ബോക്സ് അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് പുറത്ത് ഇങ്ങനെ കൊണ്ടുപോയി തട്ടണ സമയത്തെ ആ ഓഫീസിലെ ഓഫീസർ ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? 6 വയസ്സായ ഒരു കുട്ടി ഈ വേസ്റ്റ് എടുത്ത് പുറത്ത് കൊണ്ടുപോയി തട്ടുന്നു. ആ ഓഫീസർ ആ കുട്ടിയോടും അച്ഛനോടും അമ്മയോടും വരാൻ പറഞ്ഞു. നോക്കൂ, അകത്തേക്ക് വരിക. അവര് വന്നു, അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ ആ ഓഫീസർ പറഞ്ഞു, $70 കൊണ്ട് ഒരു കിണർ കുത്താൻ കഴിയില്ല. അവിടൊക്കെ ആവശ്യമായിട്ടുള്ള കുയൽ കിണറിന് ആവശ്യമായിട്ടുള്ള പൈപ്പ് വാങ്ങാനേ കഴിയുള്ളൂ. $2000 വേണം. അച്ഛനും അമ്മക്കും തിരിച്ചു പോരുമ്പോ കുട്ടി പറഞ്ഞ ഉത്തരം, അമ്മ, ഉമ്മ, അച്ഛ, ഉപ്പ, ഞാൻ പണിയെടുക്കാൻ തയ്യാറാണ്. പിന്നീട് അങ്ങോട്ട് അഹോരാത്രം പണിയെടുത്ത് അത് തിരിച്ചു പിടിച്ചു. $2000 ഒട്ടോവയുടെ ആ വലിയ ഗ്രാമത്തിൽ ചെന്നു. ഒട്ടിയ വയറുള്ള കുട്ടികൾ, വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്ന സ്ഥലത്ത് ആ കുട്ടി ഒരു കിണർ കുത്തി.
2024 ഡിസംബർ 24 ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുമ്പോ ഏകദേശം 1,63,000 ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിയാൻ വെൽ ഫൗണ്ടേഷൻ എന്ന വലിയ സംവിധാനം. ആരാണ് അത്രയും ആളുകൾക്ക് വെള്ളം കിട്ടാൻ കാരണക്കാരായി കൂടെ നിന്ന ആള്? ആരാണ്? റിയാൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മയാണ്. റിയാൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഉപ്പയാണ്. കുട്ടികളുടെ മനസ്സിലേക്ക് നന്മയുടെ വിത്തുകളാണ് നിങ്ങൾ ഇട്ടുകൊടുക്കേണ്ടത്. അവരുടെ ഉള്ളിൽ സിമ്പതി അല്ല, എമ്പതി ഉണ്ടാവണം, കരുണയുണ്ടാവണം, കാരുണ്യമുണ്ടാവണം. അതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. 1993 തെക്കൻ സുഡാനിലേക്ക് ഒരു ഫോട്ടോഗ്രാഫർ പോവാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയ ഫോട്ടോഗ്രാഫറുടെ പേരാണ് കെവിൻ കാർട്ടർ. ലോകം അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറാണ് കെവിൻ കാർട്ടർ. അയാൾ ചെന്നപ്പോ ആ ആഫ്രിക്കയിലെ ഉൾപ്രദേശങ്ങളിലെ തെക്കൻ സുഡാനിലെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോ അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഇങ്ങനെ ആ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ സ്വിച്ച് സഞ്ചരിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന റൊട്ടിയും ഭക്ഷണമൊക്കെ ആൾക്കാർക്ക് കൊടുത്തു. പക്ഷേ അവിടുന്ന് തിരിച്ചു പോരാൻ വേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ആ മനുഷ്യൻ ആ ക്യാമറ കണ്ണിൽ ആ ഫോട്ടോ എടുക്കുന്നത്. ഒരറിയിപ്പ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പോയി ഭക്ഷണം കഴിക്കണം. 2, അനീഫ മുടിക്കോട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം മറ്റു ചടങ്ങുകളിലേക്ക് നടക്കും. 1993 പോയ ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ലോകത്തിലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഫോട്ടോ ആണ്. ആ ഫോട്ടോക്കാണ് പുലിസ്റ്റർ പുരസ്കാരം കിട്ടിയത്. ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത് പോലെ ഒരു അവാർഡ് കിട്ടി ആ ഫോട്ടോക്ക്. അതിന്റെ പേരാണ് പുലിസ്റ്റർ പുരസ്കാരം. ആ ഫോട്ടോ എടുത്തു ആ മനുഷ്യൻ ആ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എല്ലും തോലുമായ ഒരു പെൺകുട്ടി ആ ക്യാമ്പിലേക്ക് മുട്ടിലയഞ്ഞ്, വസ്ത്രം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടി മുട്ടിലയഞ്ഞ് ഇങ്ങനെ ക്യാമ്പിലേക്ക് പോകുന്ന ചിത്രമാണ് ആ മനുഷ്യനെടുത്ത ഫോട്ടോ. അതിന് പുലിസ്റ്റർ പുരസ്കാരം കിട്ടി. പുലിസ്റ്റർ പുരസ്കാരം 1994 ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ വെച്ച് അവാർഡ് കൊടുക്കുക. അപ്പൊ അയാൾ വന്ന് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി സ്റ്റേജിൽ വന്ന് നിന്ന സമയത്ത് അയാൾ പ്രസംഗിച്ചു തുടങ്ങിയപ്പോ ഏറ്റവും പിറകുന്നു ഒരു പെൺകുട്ടി എണീറ്റ് നിന്ന് ആ മനുഷ്യനോട് ഉറക്കെ ചോദിച്ചു, ഏ സഹോദര, ഏ മനുഷ്യ, മിസ്റ്റർ കെവിൻ കാർട്ടർ, നിങ്ങളെടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും നല്ല ഫോട്ടോയായി പുലിസ്റ്റർ പുരസ്കാരം നേടിയിരിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ആ ഫോട്ടോ എടുക്കുമ്പോൾ എത്ര കൈകന്മാരുണ്ടായിരുന്നു ആ കുട്ടിയുടെ പിറകെ? എല്ലും തോലുമായ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ഇങ്ങനെ ചെല്ലുമ്പോ അതിന്റെ പിറകിൽ ഈ പെൺകുട്ടി മരണപ്പെട്ടാൽ കൊത്തി തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൈകനുണ്ടായിരുന്നു. ആ കൈകൻ കൂടി ഉണ്ടായത് കൊണ്ടാണ് പുലിസ്റ്റർ പുരസ്കാരം കിട്ടുന്നത്. കെവിൻ കാർട്ടറോട് ഈ ചോദ്യം ചോദിച്ചപ്പോ ഈ മനുഷ്യൻ സങ്കടത്തിലായി. അയാള് വല്ലാത്ത ഒരു പ്രയാസത്തിലായി. കെവിൻ കാർട്ടർ ആ ഉപഹാരം സ്വീകരിക്കാൻ മറന്നുപോയി. അയാൾ വീട്ടിലേക്ക് പോയി. 1994 ജൂലൈ 27 ആ മനുഷ്യൻ കാറിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. സുന്ദരമായ ലോകത്തുനിന്ന് മരിച്ചുപോയി. എന്താ കാരണം? ആ പെൺകുട്ടിയെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിലുള്ള കുറ്റബോധം. ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയാണ്, IAS ആക്കുകയാണ്, IPS ആക്കുകയാണ്, എഞ്ചിനീയർ ആക്കുകയാണ്, ഡോക്ടർ ആക്കുകയാണ്, അതുപോലെ അധ്യാപകനാക്കുകയാണ്. അങ്ങനെ ആരെ നിങ്ങളാക്കിക്കോളി, ഒരു കുഴപ്പമില്ല. ഉള്ളിൽ മനുഷ്യത്വമുള്ളവനാക്കണം എന്നാണ് കെവിൻ കാർട്ടർ ഈ ലോകത്തോട് നമ്മളോട് പറഞ്ഞു വെച്ചത്. കുട്ടികൾ തോറ്റു പോവട്ടെ, കുട്ടികൾ തോറ്റിയച്ചുള്ള കളിയൊക്കൊന്നും വേണ്ട. കുട്ടികൾ ഈ അടുത്ത് നമ്മൾ കാണുന്നത് എന്താ? കുട്ടികളൊക്കെ ആത്മഹത്യയുടെ ടെൻഡൻസി കൂടി വരുന്നു.
ഒരുപാട് കാരണങ്ങളുണ്ട്. കുട്ടികൾ തോറ്റോട്ടെ, കളിക്കട്ടെ, മത്സരങ്ങളിൽ പരാജയപ്പെടട്ടെ. തോറ്റിയച്ച് അവരെ അങ്ങനെ അടച്ചാക്ഷേപിക്കൊന്നും വേണ്ട. അവർ ജീവിതത്തിൽ തോൽക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മത്സരങ്ങളിലും ചെറിയ ചെറിയ പരീക്ഷകളിലും ഒന്ന് വീണുപോകുമ്പോഴേക്ക്, ഒന്ന് പരിഹസിക്കുമ്പോഴേക്ക്, ഒന്ന് അവഗണിക്കുമ്പോഴേക്ക്, ഒന്ന് കളിയാക്കുമ്പോഴേക്ക് ജീവൻ അവസാനിപ്പിക്കുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറാതിരിക്കണമെങ്കിൽ അവർക്ക് ജീവിതത്തിന്റെ കയ്പേറിയ അനുഭവങ്ങളും കൊടുക്കണം. പട്ടിണി കിടന്ന എത്ര പേരുണ്ട് ഇവിടെ? പട്ടിണി കിടന്നവര്, ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന ഉമ്മമാരുണ്ടാവും, ഉപ്പമാരുണ്ടാവും. ഞാൻ കടന്നിട്ടുണ്ട്. മദ്രസയിലേക്ക് പോകാൻ കട്ടൻ ചായയും അതിന്റെ കൂടെ ഇന്നുള്ള വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മദ്രസയിലേക്ക് പോയി എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ച ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ, മദ്രസയിൽ പോയി 9:30 വിടുന്ന മദ്രസ 10 വരെ മണി വരെ എടുത്തപ്പോ രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കാതെ പോയ ഞാൻ ആ മദ്രസയിൽ 10 മണി വരെ ജീവിക്കേനി. 10 മണിയായപ്പോ ബെല്ലടിച്ചു, സ്വലാത്ത് ചൊല്ലി മദ്രസ വിട്ടു. മാടാരകുണ്ട് തടത്തിലെ മദ്രസയിൽ നിന്ന് 3 or 4 സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. വീണുപോയി. അതിദരിദ്ര കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ്. സ്വച്ഛ ചാന്ദിനി പിച്ചി ഉയ്യേ അവനെ और अंबर दल में പുളകൾ പ്രകട കാർത്തിയോൻ ചാർത്തി എഴുതിയ കവിത ഒരു കുട്ടി ഉണ്ടായിരുന്നു 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ ആ കുട്ടി തോറ്റു. 7ാം ക്ലാസ്സിൽ അതിമനോഹരമായ കുട്ടി തോറ്റു. 8ാം ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് ഫിലിമിൽ ഉണ്ടാവുന്ന ടെസ്റ്റുകളൊന്നല്ല ആ കുട്ടി ജയിച്ചത്. 8ാം ക്ലാസ് കഴിഞ്ഞു, 9ാം ക്ലാസ് കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ആ കുട്ടിയോട് ചോദിച്ചു എന്താവാനാ ആഗ്രഹം. കുട്ടിക്ക് ഒരു ഉത്തരം ഉണ്ടായിരുന്നു. കുട്ടി പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? ടീച്ചർ. അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓനെ കളിയാക്കി. 7ാം ക്ലാസ്സിൽ തോറ്റ എങ്ങനെ ടീച്ചറാവുക? 10ാം ക്ലാസ്സിൽ ഓർഫനേജിലെ 2ാം സ്ഥാനത്തോടു കൂടി ജയിച്ച് +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് TTC എടുത്ത് തന്നെ തോൽപ്പിച്ച, തന്നെ കളിയാക്കിയ, തന്നെ പഠിപ്പിച്ച അതേ അധ്യാപകരുടെ കൂടെ ജോലി ചെയ്ത് ഇന്ന് ലോകത്തിലെ വേൾഡ് റെക്കോർഡ് നേടിയ ഒരു മനുഷ്യനാണ് ഇന്നിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിമനോഹരമായി തോറ്റുപോയ ഞാനാണ് നിങ്ങളോട് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ്സിൽ തോറ്റപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അതിന്റെ പ്രയാസം എന്താണ്, പ്രതിസന്ധി എന്താണ്. ഇന്ന് ഞാനൊരു പാലിയേറ്റീവ് ക്ലിനിക്കിലുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ പ്രസിഡന്റ് ക്യാൻസർ മൂലം മരണപ്പെട്ടു പോയി. തിരിച്ചറിഞ്ഞു. ജീവിതമാകുന്ന യാത്രയിൽ എൻ്റെ ഉപ്പയുടെ കാല് മുട്ടിന്റെ മുകളിൽ മുറിച്ചു കളഞ്ഞതാ. വളരെ കുട്ടിക്കാലത്ത് മുറിച്ചു കളഞ്ഞതാ. പക്ഷേ എൻ്റെ ഉപ്പ ഞങ്ങളെ പോറ്റി, ഞങ്ങളുടെ കുടുംബത്തെ പോറ്റി, എൻ്റെ അമ്മായിമാരെയും അതുപോലെ തന്നെ എളാപ്പാരെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വല്യമ്മയൊക്കെ പോറ്റി. ഉപ്പ തന്നൊരു മാതൃക ഉണ്ട്. അതെന്താണെന്നറിയോ? ഉപ്പ വല്യമ്മയോട് ഇങ്ങനെ സംസാരിക്കും. ചിലപ്പോ ഇങ്ങനെ സംസാരിച്ച് കുറേ വാക്കുകൾ എടുക്കും. ഉപ്പനോട് ഒരിക്കൽ പറഞ്ഞു, എല്ലാ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളിനും ആദ്യം ഈ പോകേണ്ടത് ഉമ്മേന്റെ അടുത്തേക്കാണ്. എൻ്റെ ഉപ്പയുടെ ഉമ്മേന്റെ അടുത്ത്, അതായത് എൻ്റെ വല്യമ്മാന്റെ അടുത്തേക്ക്. അന്നു മുതൽ ഇന്ന് എൻ്റെ വല്യമ്മ കൂടെയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. എൻ്റെ ഉപ്പയും കൂടെയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഞാൻ ആദ്യം പോവുക എൻ്റെ വല്യമ്മ ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ്. വല്യമ്മ 2017 മരിക്കുന്നത്. മരിച്ച് 2024 ഒരു ചെറിയ പെരുന്നാളിനും ഒരു വലിയ പെരുന്നാളിനും എൻ്റെ വല്യമ്മ ജീവിച്ചിരുന്ന ആ വീട്ടിലേക്ക് ഞാൻ പോകും. എൻ്റെ മക്കളെയും ഞാൻ കഴിയുമ്പോൾ കൊണ്ടുപോകും. എന്നിട്ടേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഭാര്യക്കും എൻ്റെ ഉമ്മക്കൊക്കെ ചെറിയ സങ്കടം ഉണ്ടാവും. ആദ്യം ഇവിടുന്നല്ല ചോറുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് അതാണ്. പട്ടിണി അനുഭവിക്കണം, പ്രയാസങ്ങൾ, തോറ്റുപോയിക്കോട്ടെ കുട്ടികൾ. നിങ്ങൾ എന്തിനാ അവരെങ്ങനെ പിടിച്ചു വലിക്കണത്? കളിയിൽ തോറ്റുപോയതിന്റെ പേരിൽ, മത്സരങ്ങൾ തോറ്റുപോയതിന്റെ പേരിൽ. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ഒരു കുട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? എന്തിനാണ്? നമ്മുടെ കുട്ടികളുടെ വിലപ്പെട്ട ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിയണം. നിങ്ങൾ അറിയണം, ലോകത്ത് പട്ടിണി കടന്ന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണി എന്ന കഥ നമ്മളോട് പറഞ്ഞു വെച്ചതല്ലേ? ഗോപാല യാദവ് ഒരു വലിയ കുഴി എടുത്തോണ്ട് വെക്കുക. ആ സമയത്ത് കലന്തനാജിയുടെ വീട്ടിൽ ബാക്കിയുള്ള ബിരിയാണി ചെമ്പുകളൊക്കെ ആ കുഴിയിൽ വന്നിങ്ങനെ തട്ടുകയാണ്. എന്നിട്ട്
കുഴിയെടുത്തുകൊണ്ടിരിക്കുന്ന ഗോപാൽ യാദവിനോട് തെരുവിൽ നിന്ന ആ കുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പൊ ആ കുട്ടിയോട് ഗോപാൽ യാദവ് പറയുന്നുണ്ട്, എന്റെ വീട്ടില് എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു. എന്താ മകളുടെ പേര്? ബസുമതി. ബസുമതിയോ? അതെ. എന്തുകൊണ്ടാ ബസുമതി എന്ന് പേര് വെച്ചെന്ന് അറിയോ? ഇല്ല. ഗോപാൽ യാദവ് കഥ പറഞ്ഞു കൊടുത്തു. ബീഹാറുകാരനായ ഗോപാൽ യാദവ് ഈ കലന്തനാജിയുടെ തറവാട്ട് വീട്ടിലേക്ക് വലിയ കുഴിയെടുക്കാൻ വേണ്ടി വന്നതാ. ഇന്നലെ വെച്ച ബിരിയാണിയുടെ ബസുമതി അരിയിട്ട് വെച്ച ബിരിയാണിയുടെ ചെമ്പ് ഈ കുഴിയിലേക്ക് കൊണ്ടുവന്ന് തള്ളാൻ വേണ്ടി വലിയൊരു കുഴിയെടുത്തോണ്ടിരിക്കുക. ആ കുഴിയിലേക്ക് വന്നപ്പോ ഇങ്ങനെ ബിരിയാണി ചെമ്പ് ഇങ്ങനെ ചവിട്ടി താത്താൻ പറയുമ്പോ ഗോപാൽ യാദവ് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ നമ്മളുടെ അടുത്ത് വരുന്ന ബീഹാരികളെയും ബംഗാളികളെയും ഒക്കെ നമ്മൾ അറുപ്പും വെറുപ്പോടും കൂടിയും പലപ്പോഴും നോക്കാറുണ്ടാവും. അവരൊക്കെ ജീവിതത്തിൽ പട്ടിണിയും പ്രയാസവും കഷ്ടപ്പെട്ട് അവരുടെ പ്രവാസ ജീവിതമാണ് ഇവിടെ ഒരു പക്ഷേ. എന്നെൻ്റെ ശബ്ദം കേൾക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രവാസികളുണ്ടാവും, ഏറൻതൊടിയിലെ പ്രവാസികളുണ്ടാവും. അവർക്ക് ഉമ്മയാരാണെന്ന് ഉപ്പയാരാണെന്ന് അറിയാം. അവരനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റപ്പെടൽ. ആ ഗോപാൽ യാദവ് എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ ഭാര്യയുടെ ആ വലിയ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോ അവൾക്കൊരാഗ്രഹം, ബസുമതി അരിയിട്ട് കുറച്ച് കഞ്ഞി കുടിക്കണം. ഞാൻ എന്ത് ചെയ്തു? കിട്ടിയ പൈസ കൊണ്ട് കുറച്ച് ബസുമതി അരി വാങ്ങിക്കൊടുത്തു. എന്റെ ഭാര്യ ബസുമതി അരിയിട്ട് കഞ്ഞി കുടിക്കാൻ പൂർണ്ണ ഗർഭിണിയായ എൻ്റെ ഭാര്യക്കൊരാഗ്രഹം. ഞാൻ അവൾക്ക് കുറച്ച് ബസുമതി അരി വാങ്ങിക്കൊടുത്തു. ഒരു ദിവസത്തെ പണിക്കൂലി കൊണ്ടല്ല കേട്ടോ, 1-2 ദിവസത്തെ പണിക്കൂലി കൊണ്ടാണ്. ആ പണിക്കൂലി കൊണ്ട് കിട്ടിയ ബസുമതി അരി എന്റെ ഭാര്യ കഞ്ഞി വെച്ച് കുടിച്ചില്ല. എന്റെ ഭാര്യ എന്താ ചെയ്തെന്നറിയോ? എന്റെ ഭാര്യ അതിൽ ഓരോ അരിമണി എടുത്ത് ഇങ്ങനെ പെറുക്കി ഇങ്ങനെ കുറുക്കി കഴിച്ചു. അവളുടെ വാഴയിൽ നിന്ന് ആ വെള്ള ഉമിനീരിങ്ങനെ ഒലിക്കുന്നത് ഞാൻ കണ്ടു. നിറഞ്ഞ് തുളുമ്പിയ ആട്ടിൻ്റെയും പശുവിൻ്റെ കവിടിൽ നിന്ന് വെളുത്ത പാലിങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നത് പോലെ എൻ്റെ ഭാര്യയുടെ വായിൽ നിന്ന് ആ വെളുത്ത ഉമിനീരിങ്ങനെ പുറത്തേക്ക് വന്നു. എനിക്ക് സന്തോഷമായി. കൊയ്യെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ചോദിച്ചു, ഭാര്യ ഇന്നുണ്ടോ? ഉണ്ട്. എന്താ നിങ്ങൾ മോക്ക് പേരിട്ടത്? ഭാര്യക്ക് അത്രമേൽ ഇഷ്ടമുള്ള അരി ആയതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ പേരിട്ടത് ബസുമതി എന്നാണ്. അപ്പോഴേക്ക് അടുത്ത ചെമ്പ് വന്ന് ആ ബിരിയാണി ചെമ്പ് ആ കുയിൽ കൊണ്ടത് ഇങ്ങനെ ചവിട്ടി താത്താൻ ഗോപാൽ യാദവിനോട് പറഞ്ഞു. ഗോപാൽ യാദവ് ഒരു കാലെടുത്ത് ആ ബിരിയാണി ചെമ്പിന്റെ ബാക്കിയുള്ള ചോറിലേക്ക് ഇങ്ങനെ ചവിട്ടിയപ്പോ ആ കുട്ടി ചോദിച്ചു, അല്ല നിങ്ങളുടെ മോള് എന്തു ചെയ്യുന്നു? ഓള് പഠിക്കുകയായിരുന്നു. ഇപ്പോൾ അവളില്ല, അവൾ മരിച്ചുപോയി. കുട്ടി ചോദിച്ചു, എങ്ങനെ? പട്ടിണി കിടന്ന് കുട്ടി മരിച്ചുപോയി എന്ന് പറയുമ്പോ ഗോപാൽ യാദവ് ആ ബിരിയാണി ചെമ്പിന്റെ ബിരിയാണി ഇങ്ങനെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ്. അതാ കുഞ്ഞു മോള് ഇവിടെ ഉണ്ട്. ഇതിന്റെ ഈ ട്രോഫിന്റെ ഉടമ ആരാച്ചെന്ന് കൈയൊക്കെ എവിടെ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആ കുട്ടിയുടെ രക്ഷിതാവ് ഒന്ന് വരണേ. നമ്മൾ നമ്മളുടെ ജീവിതം ഇങ്ങനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ആവശ്യങ്ങളായിട്ട് ഇങ്ങനെ വരും. ഓരോ ആവശ്യങ്ങളായിട്ടല്ലേ നമ്മളുടെ മക്കൾ വരിക. ചില ദിവസങ്ങളിലെങ്കിലും അവരോട് നോ പറയണം. എൻ്റെ മോനെ ഇന്ന് ചെരുപ്പ് വാങ്ങിത്തരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്നില്ല, ഈ എന്തിനാ അത് കളഞ്ഞത്? ചോദ്യങ്ങൾ ചോദിപ്പിക്കണം. പേടിക്കണ്ട. ഒരു മിനിറ്റ്. ആരാണ് ഈ കുട്ടിയുടെ? എവിടെ ആ രക്ഷിതാവെന്ന് കൈവെക്കോ? അതാ നല്ലൊരു ഐസ്ക്രീം കിട്ടിയോ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഉമ്മച്ചിന്റെ പേര് പറയാറിയോ മോളെ? ഉമ്മച്ചിന്റെ പേരറിയോ? മുകളിലുണ്ട്. കിട്ടി. അതാ ഉമ്മച്ചി. അമ്മ കൈ വീശിയേ. നാട്ടുകാർ മുഴുവൻ കണ്ടിപ്പോ ഉമ്മാനെ. കുട്ടി ഫേമസായി, ഉമ്മയും ഫേമസായി. ആടാക്കി തരാം അത്ര പെട്ടെന്ന്. ഞങ്ങളൊക്കെ പണ്ട് പഠിക്കണ സമയത്ത് കലോത്സവത്തിന് പോകും, ഒരൊറ്റ പ്രൈസും കിട്ടൂല. അപ്പൊ ഞാൻ തന്നെ ഒരു കടലാസിൽ എഴുതി കൊടുക്കും,
എളയൂർ എത്തീങ്കാനയിൽ നിന്ന് വന്ന മുഹമ്മദ് ഖാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് സ്റ്റേജുമായി ബന്ധപ്പെടേണ്ടതാണ്. ഒരു മുടക്കില്ലാതെ നമ്മളെ പേരും പറയും, സ്ഥാപനത്തിന്റെ പേരും വിളിച്ചു പറയും. ഞാൻ തന്നെ കത്ത് കൊണ്ടേ കൊടുത്തേ. രക്ഷിതാവ് ഒന്ന് പരിചയപ്പെട്ടു. ശരി, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. നമ്മൾ ജീവിക്കേണ്ടതും ജീവിച്ചു തീർക്കേണ്ടതും കാണിക്കേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ ഉപ്പമാരെ പരിചരിക്കുന്നതും പരിഗണിക്കുന്നതും ആവണം. എന്നാൽ അത് നമ്മുടെ മക്കളത് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ മക്കളല്ലേ നമ്മുടെ സമ്പത്ത്. നമ്മൾ നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും വേണ്ടിയല്ലേ ജീവിക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. കുടുംബസംഗമത്തിന്റെ ആളുകളോട് 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഒരു കൂടിപ്പിരിയലിന്റെയും അപ്പുറത്ത് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മൾ ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കുക. 2 or 3 ദിവസമാണ് അയാളെ പരിഗണിക്കേണ്ടതെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കുക, പണം കൊടുക്കുക. അതല്ല, അയാളുടെ മരണം വരെ അയാളെ സംരക്ഷിക്കണമെങ്കിൽ അയാൾക്ക് നിങ്ങൾ നല്ലൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ നിങ്ങൾ ഒരു തലമുറയെയാണ് മാറ്റിമറിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഭക്ഷണം കൊടുത്താൽ പോരാ, പൈസ കൊടുത്താൽ പോരാ, ജോലി കൊടുത്താൽ പോരാ. നിങ്ങൾ കൊടുക്കേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർ അതിലൂടെ വളർന്നോടും. ഏറാൻ തൊടി കുടുംബ സംഗമത്തിന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ കഷ്ടപ്പെടുന്ന, വിദ്യാഭ്യാസിക്കാൻ പ്രയാസപ്പെടുന്ന, വാഫിയിലേക്കോ ഹുദവിയിലേക്കോ അതുപോലെ തന്നെ മതപണ്ഡിതന്മാരാവാൻ ആഗ്രഹിക്കുന്നവരോ ഡോക്ടറോ എഞ്ചിനീയറോ അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിലോ ആഗ്രഹിക്കുകയും നിന്നു പോവുകയും ചെയ്ത് തോറ്റുപോയി എന്ന് തോന്നുന്ന കുറെ കുട്ടികളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നിങ്ങൾക്കൊരു നിധി ഉണ്ടാവണം, ഒരു കൈത്താങ്ങുണ്ടാവണം. അതായിരിക്കണം ഇതിന്റെ മോട്ടോ. ആ കുട്ടി പഠിച്ചു വരുമ്പോൾ ആ കുട്ടിക്ക് മറ്റുള്ള ഒരാളെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവും, ആ ഒരു വലിയ മനസ്സുണ്ടാവും. അതുകൊണ്ട് കുട്ടികളോട് പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയാ, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാം. ആൾക്കൂട്ടത്തിലെ തലകളാവരുത്, ആൾക്കൂട്ടത്തിലെ തലച്ചോറാവുക. അസ്സലാമു അലൈക്കും.